به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسوله بالغيب إن الله قوي عزيز رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തുകൂടാനും അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഈ പ്രദേശത്ത് മഹത്തായ ഈ സ്ഥാപനത്തിന്റെ മുന്നിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം മുമ്പൊരിക്കൽ ഇതുപോലെ ഒരു റബീഉൽ അവ്വലിനോട് അനുബന്ധിച്ച് ഈ പരിസരത്തിനടുത്ത് പ്രഭാഷണം സംഘടിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയുള്ള സ്ഥലത്തെ കുറിച്ചും ഇവിടെ മഹത്തായ ഒരു ഭവനം അല്ലാഹുവിന്റെ മസ്ജിദ് പടുത്തുയർത്തണം എന്നുള്ള ആഗ്രഹം ഒരു സ്വപ്നമായി അതിന്റെ സാന്നിധ്യങ്ങൾ പറഞ്ഞത് ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വപ്നം കണ്ടത് സാധിച്ചു കൊടുത്തു.
അല്ലാഹുവിന്റെ ഒരു ഭവനം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകി. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പള്ളികൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അത്തരം ഭവനങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തു. ഒരു കുരുവിക്കൂടിന്റെ അത്രയും ഉള്ള ഒരു ചെറിയ മസ്ജിദാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റബ്ബ് അവർക്ക് വേണ്ടി അവരുടെ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും എന്നാണ്. ഈ സ്ഥാപനങ്ങൾ, നമ്മുടെ മസ്ജിദുകൾ, അപ്രകാരമുള്ള ദീനീ സംരംഭങ്ങൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കൾ, പണ്ഡിതന്മാർ, സാധാരണക്കാർ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ അമലുകൾ സ്വീകരിക്കുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വാനലോകത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴ റബ്ബിന്റെ റഹ്മത്താണ്. അന്ന് ഈ റഹ്മത്തെല്ലാം നമുക്കുള്ള അദാബായി മാറി മറിയും. അല്ലാഹുവിന്റെ റഹ്മത്തിനെ അദാബാക്കി മാറ്റാൻ അല്ലാഹുവിന് വലിയ പ്രയാസമില്ല. റഹ്മത്ത്, അല്ലാഹുവിന്റെ കാരുണ്യം നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ റബ്ബിനോട് നമ്മൾ ചോദിക്കേണ്ടത്, അല്ലാഹുവേ ഇതിന്റെ ഖൈറിനെ ഞങ്ങൾക്ക് നൽകുകയും ഇതിലേതെങ്കിലും ഒരു ശർറ് നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ നൽകിയത് നീക്കിക്കളയുകയും ചെയ്യണമേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ മഴ ഭൂമിയിലേക്ക് വരുന്നത് പോലെ ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ ലക്ഷ്യം വെച്ച് വരുന്ന നക്ഷത്ര ജീവികളുണ്ട്. വാനലോകത്ത് വാരിവിടപ്പെട്ട നക്ഷത്രങ്ങൾ, അതിൽ നിന്ന് അടർന്നു വീഴുന്ന നക്ഷത്ര ജീവികൾ, അവക്കാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. ശരവേഗത്തിൽ ഭൂമിക്ക് നേരെ വരുന്ന ഉൽക്കകളെ അന്തരീക്ഷം ധരിച്ച് ഇല്ലാതാക്കി കളയുന്നത് കൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നത് പതിക്കാതിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തിനാണ് ഈ ഉൽക്കകൾ ഭൂമിയുടെ നേരെ ഇങ്ങനെ വരുന്നത്? ഉൽക്കകൾ ഭൂമിയുടെ നേരെ എന്തിനാണ് വർഷിക്കുന്നത്? ഈ അടുത്ത കാലഘട്ടം വരെ അതിന്റെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഇന്ന് മനുഷ്യരറിയാം, ഭൂമിയിൽ ഒരിക്കലും ഭൂമിയിലെ നാവുകൾ കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്താൻ കഴിയാത്ത ചില സംഗതികൾ. അതിലൊന്നാണ് ഇരുമ്പ് എന്നത്. ഇരുമ്പ് ഒരിക്കലും ഭൂമിയിലെ നാവുകൾ കൊണ്ട് മനുഷ്യനെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കുവാനോ കഴിയുകയില്ല. എന്നാൽ ഇന്ന് ആധുനിക മനുഷ്യനെ കണ്ടുപിടിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കുന്നു, ഭൂമിയുടെ ഭാരത്തിന്റെ 30% ഇരുമ്പാണ്. ആ ഇരുമ്പിൽ ഭൂമിയുടെ മധ്യഭാഗത്താണ് ഏറ്റവും അധികം ശേഖരിക്കപ്പെട്ടതിൽ നിന്ന് ആധുനിക മനുഷ്യൻ അവൻ കടത്തിയെടുത്ത ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ട് മനസ്സിലാക്കുക. ഈ ഭൂമിയുടെ 30% വരുന്ന അല്ലെങ്കിൽ അത്രമാത്രം
കനം വരുന്ന ഭാരം വരുന്ന ഈ ഇരുമ്പ് ഭൂമിയിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ നൂറ്റാണ്ടുകളായി ഭൂമിയുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഉൽക്കകളിൽ നിന്നാണ്, നക്ഷത്രങ്ങളിൽ നിന്നാണ് ഇത്രമാത്രം ഇരുമ്പ് ഭൂമിയിലേക്ക്. ഈ ഒരു യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ മാനവന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങൾ, ആ 114 അധ്യായങ്ങളിൽ അതിന്റെ ഏറ്റവും മിഡിൽ അഥവാ വിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം, 114 നേരെ പകുതി വിശുദ്ധ ഖുർആനിന്റെ മിഡിൽ സൂറത്തുകളുടെ വിഷയത്തിൽ അങ്ങനെ പരിശോധിക്കുമ്പോൾ 57-ാമത്തെ അധ്യായത്തിന്റെ പേര് അൽ ഹദീദ് എന്നാണ്, ഇരുമ്പുകളാണ്. വിശുദ്ധ ഖുർആനിൽ ഇരുമ്പ് എന്ന് പറഞ്ഞ അധ്യായം കൊണ്ടുവന്നത് എന്തിനാണ്? ആ ആയത്ത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിപരമായി മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ഏത് ആധുനികനും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ വലിയൊരു സന്ദേശം കൈമാറുന്നുണ്ട്. അവർക്കിടയിൽ നിയുക്തമായി കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അല്ലാഹു പ്രവാചകന്മാർക്ക് കിതാബ് നൽകി, വേദങ്ങൾ നൽകി, മീസാൻ നൽകി, ഉലമ നൽകി. സ്വാഭാവികമായും പ്രവാചകന്മാർ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പല ആളുകളെയും മനസ്സിലാക്കുന്ന സംശയം, എന്തിനാണ് പുറത്തുനിന്ന് ചില കാര്യങ്ങളുമായി പ്രവാചകന്മാർ വരുന്നത്, എന്തിനാണ് കിതാബ് ഇറക്കുന്നത്, എന്തിനാണ് ദിവസത്തെ പുറത്തുകൊണ്ടുവരുന്നത്, നമ്മൾ ഒരുപാട് പഠിച്ച എന്ന് സ്വാഭാവികമായും സംശയിക്കുന്ന ആളുകളുണ്ടാവാം. ആ സംശയം മനസ്സിൽ രൂപപ്പെടാൻ അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായ ഒരു കാര്യം കൈമാറുന്നത്. അത് മറ്റൊന്നുമല്ല, ഐഹികമായ ലോകത്ത് നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ കഴിയാത്ത ചില സംഗതികളുണ്ട്. ശാസ്ത്രം പുരോഗമിച്ചാലും ഭൂമിയിലെ ധാതുക്കളെ സംബന്ധിച്ച് പഠിച്ചു കണ്ടെത്തിയതിനെ ഓരോന്നും വേർതിരിച്ചുകൊണ്ട് അതിന്റെ ചെറുഘടകങ്ങൾ പോലും അതിന്റെ മൈക്രോവായി പോലും വേർതിരിച്ചുകൊണ്ട് ഗവേഷണം നടത്തി കാര്യങ്ങൾ വിവരിച്ചെത്തിച്ചാലും ഭൗതികമായ അല്ലെങ്കിൽ ഭൂമിയിലുള്ളതായ ധാതുക്കൾ കൊണ്ട് നിങ്ങൾക്ക് രൂപപ്പെടുത്താൻ കഴിയാത്ത ചില സംഗതികളുണ്ട്. അത് വാനലോകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഇറക്കി തരുന്നതാണ്. പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയാലല്ലാതെ ആ റഹ്മത്ത്, ആ കാരുണ്യം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായ ആവശ്യമായ ആ ഘടകങ്ങൾ ഭൂമിയിലേക്ക് എത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. ആ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആയത്തിൽ രണ്ട് കാര്യങ്ങൾ അല്ലാഹു അത്തരത്തിലേക്ക് കൊണ്ടുവരികയാണ്.
സഹോദരങ്ങളെ, നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നാം സ്ഥിരീകരിച്ചു വന്നത് ഒരൊറ്റ വചനത്തിൽ അല്ലാഹു രണ്ടു കാര്യങ്ങൾ ഭൂമിയിൽ മനുഷ്യന് അവന്റെ അറിവുകൾ കൊണ്ട് ആർജിച്ചെടുക്കാൻ നേടിയെടുക്കാൻ കഴിയാത്ത രണ്ട് സംഗതികളെ ഒറ്റ ആയത്തിൽ അല്ലാഹു അവതരിപ്പിച്ചു. അതിലൊന്നും ലഖദ് അർസൽനാ റസുലനാ റിസാലത്താണ്. ഒരാൾ എത്ര പഠിച്ചാലും എത്ര ഗവേഷണം ചെയ്താലും എത്ര വലിയ ആഴമായാലും ഒരായുസ് മുഴുവൻ ചെലവഴിച്ചാലും റിസാലത്തിലൂടെ ലഭിക്കുന്ന സംഗതികൾ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ആർജിച്ചെടുക്കാൻ കഴിയില്ല. അത് ഉൾക്കൊള്ളാൻ ആർക്കും പ്രയാസം വേണ്ട. ഭൗതികമായി മനുഷ്യൻ ഉപയോഗിക്കുന്ന അവന്റെ രക്തത്തിൽ ആവശ്യമുള്ള, അവന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള, അവന്റെ ക്രയവിക്രയങ്ങളിൽ ആവശ്യമുള്ള, അവന്റെ വീട് നിർമ്മാണത്തിൽ ആവശ്യമുള്ള, അവന്റെ റോഡ് നിർമ്മാണത്തിൽ ആവശ്യമുള്ള ഇരുമ്പും ഒരിക്കലും മനുഷ്യന്റെ ഭൂമിയിൽ നിന്ന് അതിന്റെ ധാതുക്കൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് രണ്ടും എന്ന് പറഞ്ഞു. ഇരുമ്പ് അല്ലാഹു ആകാശത്തിൽ നിന്ന് ഇറക്കി തന്നതാണ്. ഇരുമ്പിനെ അല്ലാഹു ഇറക്കി തന്നു, ഭൂമിയിൽ അത് ശേഖരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ റിസാലത്തും അവന്റെ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് തന്നെ ലോകത്തെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് രണ്ടും ഒരുപാട് പുരോഗതി ഉണ്ടാകാം. സാമൂഹികമായി വളർന്നു വരാം.
നബിക്ക് നമുക്ക് ഒന്നിച്ചിരുന്ന് കരയാം. എന്ത് പറഞ്ഞാൽ കരയേണ്ടത്? ഇടയിലുള്ള മണത്തിട്ടകൾ, ആ മണത്തിട്ടകൾ അവസാനിക്കുന്നിടത്തുള്ള വീട്, ആ വീട്ടിൽ താമസിച്ച എന്റെ കാമുകയെ പറഞ്ഞ് അവളെ പറ്റി പറഞ്ഞു കരയാം, അവരുടെ കഥ പറഞ്ഞു കരയാം, അവളുടെ വാതിൽ കുത്തിയ കഥ പറഞ്ഞു കരയാം, അവളുടെ വീടിനെ പറ്റി പറഞ്ഞു കരയാം, ആ വീടിന്റെ പരിസരങ്ങളെ പറ്റി പറഞ്ഞു കരയാം. അങ്ങനെ ഒരു കാമുകിയെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന കുറച്ച് കഴിയുമ്പോ ഇതാ 7-ാം പടിയിലേക്ക് എത്തുമ്പോ പറയുന്നത് ഈ കാമുകിയെ പോലെ തന്നെയാണ് ഉമ്മുൽ ഹുവൈരിത്തിന്റെ കഥയും. ഉമ്മുൽ ഹുവൈരിത്ത് മാത്രമല്ല, അവരുടെ അയൽപക്കത്ത് താമസിച്ച വേറൊരു കാമുകിയുണ്ട്, അവരുടെ കഥയും അതുപോലെ തന്നെയാണ്. ഓരോ കഥകൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഒരാളുടെ വാതിൽ മുട്ടിയ കഥയല്ല, പലയാളുകളുടെ വാതിൽ മുട്ടിയ കഥയാണ്. ആ വാതിൽ മുട്ടിയവരുടെ കൂട്ടത്തിൽ സ്വന്തം വാപ്പയുടെ അഹങ്കരിച്ചതുപോലെ, ഞങ്ങൾ ദുനിയാവിൽ തോന്നിയാസം കാണിച്ചതുപോലെ ഞങ്ങൾ കുതിര കളിച്ചതുപോലെ വേറൊരു ലോകവും വേറൊരു സമൂഹവും ലോകത്ത് കുതിര കളിച്ചിട്ടില്ല. അത്രമാത്രം തോന്നിവാസികളായ ഞങ്ങൾക്കിടയിലേക്കാണ് പ്രവാചകൻ കടന്നു വന്നത്. ആ പ്രവാചകൻ ഇരുടനായി ഞങ്ങൾക്ക് അലിഫ് ലാം റാ أنزلنا كتابا أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. ആ പ്രവാചകൻ കടന്നു വന്നു, ആ പ്രവാചകൻ ഞങ്ങൾക്ക് കിതാബ് തന്നു. ആ കിതാബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഞങ്ങൾക്ക് ഇറക്കി തന്നു. എന്താണ് ഇറക്കിയത്? അന്ധകാരത്തിൽ ജീവിക്കുന്ന ജനത, അറിവില്ലാതെ ജീവിക്കുന്ന ജനത, ആ ജനതയെ നേരിന്റെ വഴിയിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക്, അസീസായ ഹമീദായ റബ്ബിന്റെ മാർഗ്ഗത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷാമിന്റെ മണ്ണിലേക്ക് പോയി. ഷാമിലേക്ക് അദ്ദേഹം പോകുന്നത് വലിയ ഒരു രാജ്യം എഴുതി വാങ്ങാനാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണ്, ഫലസ്തീന്റെ ഭൂമി മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ അധികാരം ഞങ്ങൾ കൈമാറുമെന്ന് ആ കാലഘട്ടത്തിൽ ഫലസ്തീനിലുള്ള പാത്രിയാർക്കീസുമാർ, ആ പാത്രിയാർക്കീസുമാർ അവിടെ കൂടിയ മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളോടായി പറയുകയും ഉമറുടെ മരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോ കുന്തം വെച്ച കോട്ടിട്ടുകൊണ്ടാണ് ഫലസ്തീനിലേക്ക് നടന്നു വന്നത്.
അദ്ദേഹത്തിന്റെ കുപ്പായത്തിന്റെ പല ഭാഗവും കീറിയതായിരുന്നു. ആദ്യമായി റളിയല്ലാഹു ഫലസ്തീനിൽ വന്നുകൊണ്ട് തന്റെ കുപ്പായം അഴിച്ച് തന്റെ കൂടെയുള്ളവരുടെ തന്റെ സഹചാരികളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇത് കൊണ്ടുപോയത് തയ്ച്ചു കൊണ്ടുവരണം, ഖിയാമിനെ കണ്ട് നിങ്ങൾ ഇത് തയ്പ്പിച്ചു കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും സ്വന്തം കുപ്പായം അദ്ദേഹം ഊരിക്കൊടുക്കുമ്പോ അദ്ദേഹത്തിന് താൽക്കാലികമായി ഉടുക്കാൻ അവിടെയുള്ള ആളുകൾ മറ്റൊരു കുപ്പായം കൊടുത്തു. ചരിത്രം പറയുന്നത് തൽക്കാലത്തെ ഉടുക്കാൻ കൊടുത്ത കുപ്പായമായിരുന്നു അദ്ദേഹം ധരിച്ചു വന്ന കുപ്പായത്തെക്കാൾ മറ്റുള്ള കുപ്പായം. അവിടെ ആളുകൾ പറഞ്ഞു, ഉമറേ, എന്തിനാണ് ഈ പഴയ കോട്ടൊക്കെ പോട്ടെ, ഇനി തയ്പ്പിക്കാൻ നിൽക്കണ്ട, അതിന് കഴിയാൻ നിൽക്കണ്ട, പോകട്ടെ. പകരം താങ്കൾ ഉടുത്ത ഈ കുപ്പായല്ലോ, അതാണ് താങ്കൾ ഊരിത്തന്ന കുപ്പായത്തെക്കാളും ദൂരമായ കുപ്പായം. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ധരിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, വേണ്ട, എനിക്ക് എന്റെ കുപ്പായം ഞാൻ ഇട്ടുകൊണ്ടുവന്ന കുപ്പായം തന്നെ മതി, അതൊന്ന് തയ്പ്പിച്ചു കൊണ്ടുവരൂ. അങ്ങനെ തയ്ച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം ആ കുപ്പായം തന്നെ ധരിച്ചു. ചരിത്രം പറയുകയാണ്, അദ്ദേഹം തന്റെ കാലമൂട്ട് അത് ഊരിയത് തന്റെ കൈകൊണ്ട് തന്നെയാണ്. ഒരു നാടിന്റെ ഭരണാധികാരി, ഒരു രാജാവ് വന്നിട്ട് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂട്ടഴിക്കുന്നത്. കൂട്ടു മാത്രമല്ല, അദ്ദേഹം തന്നെയാണ് തന്റെ ഒട്ടകത്തെ കൊണ്ടുപോയി ആലയിൽ കെട്ടുന്നത്, ആ ഒട്ടകത്തിന് പുല്ലിട്ട് കൊടുക്കുന്നത്. ഇത് കണ്ടപ്പോ കമാൻഡറായി ഫലസ്തീന്റെ മണ്ണിലേക്ക് വിജയഭീതി മുഴക്കി വന്ന മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? യാ ഉമർ, ഉമറേ, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾക്ക് തന്നെ ഇത് നാണക്കേടല്ലേ ഉമറേ? ഞങ്ങൾക്ക് ഇത് മോശമല്ലേ ഉമറേ? താങ്കൾ ഒരു ഭരണാധികാരിയല്ലയോ, ഞങ്ങളുടെ അമീറല്ലയോ? നിങ്ങളുടെ കൂട്ട് ഞങ്ങൾ ഊരിത്തരില്ലയോ? നിങ്ങളുടെ ഒട്ടകത്തെ ഞങ്ങൾ കൊണ്ടുപോയി കെട്ടുകയില്ലേ? ആ ഒട്ടകത്തിന് പുല്ല് കൊടുക്കാൻ ഞങ്ങളില്ലേ? എന്നിട്ട് യാ അമീറൽ മുഅ്മിനീൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അല്ലാഹു ഇസ്ലാമിനെ കൊണ്ടുവന്നു തന്നു. ആ ഇസ്ലാമിനെ പ്രതാപമുള്ളവരാക്കി, ലോകോത്തര പുരുഷന്മാരാക്കി. ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ കൊണ്ട് ലോകമറിയുന്ന ജേതാക്കളും ഭരണാധികാരികളുമായി നമ്മൾ മാറി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊന്നുകൊണ്ടാണോ നമ്മെ പ്രതാപത്തിലാക്കിയത്, അതിനപ്പുറം വേറൊരു കാര്യം തേടിയിട്ട് നമ്മൾ അതുകൊണ്ട് ഇസ്സത്തിലാകാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ, ഇസ്ലാം കൊണ്ടല്ലാതെ നമ്മുടെ ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇസ്സത്തിലെത്താമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ, അതേ താൻ കടന്നു വരുമ്പോൾ ധരിക്കുന്ന കുപ്പായത്തിന്റെ മോടി കാട്ടിയല്ല ഉമർ ഇസ്സത്ത് കാണിക്കേണ്ടത്. നേരെ മറിച്ച് ഉമർ ഇസ്സത്ത് കാണിക്കുന്നുവെങ്കിൽ അത് ഇസ്ലാമിന്റെ പേരിൽ മാത്രമായിരിക്കും. ആ ഇസ്സത്ത് മാത്രം മതി ഉമറിന്. മറ്റൊരു ഇസ്സത്തിന്റെ ആവശ്യമില്ല. മറ്റൊരു കാര്യം, എന്ന് ഇസ്സത്തിന് വേണ്ടി ഉമർ തേടി പോകുമ്പോ അന്ന് അല്ലാഹു നമ്മെ നിന്ദിച്ചു കളയുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
ജനതയായിരുന്നു ഖൗമൻ അല ശിർകി, ശിർകിൽ ജീവിച്ച ജനതയാണ്. അല്ലാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്തുകൾ പടപ്പുകൾക്ക് നൽകി, കല്ലുകൾക്ക് നൽകി, മരങ്ങൾക്ക് നൽകി, ജിന്നുകൾക്ക് നൽകി, മരിച്ചവർക്ക് നൽകി. അങ്ങനെ ശിർകിൽ ജീവിച്ച ജനതയായിരുന്നു ഞങ്ങൾ. നഅ്ബുദുൽ ഔഥാന, കല്ലുകൾക്ക് വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്തവരാ ഞങ്ങൾ. വനഖുലുൽ മൈതത, ശവം ജീവികളായിരുന്നു ഞങ്ങൾ. മാത്രമല്ല വനുസീഖുൽ ജിമാർ, അയൽവാസികളെ പ്രയാസപ്പെടുത്തിയവരാ ഞങ്ങൾ. വനസ്തഹിലുൽ മഹാരിമ വദ്ദിമാർ, അതേ രക്തം ചിന്തിയവരാണ്, കൊലപാതകം നടത്തിയവരാണ് ഞങ്ങൾ. അതുപോലെ തന്നെ കലാപങ്ങൾ അഴിച്ചുവിട്ടവരാ ഞങ്ങൾ. അങ്ങനെ അയൽവാസികളോടുള്ള മര്യാദ പാലിക്കാതെ ശവം ജീവികളായി, വിഗ്രഹാരാധകരായി, അല്ലാഹു അല്ലാത്തവരെ പൂജിച്ച് കുഫറിലും ശിർക്കിലും ജീവിച്ച ഞങ്ങൾക്കിടയിൽ ഫബഅസല്ലാഹു ഇലൈനാ നബിയ്യൻ മിൻ അൻഫുസിനാ, ഞങ്ങൾക്കിടയിൽ നിന്നുള്ള പ്രവാചകൻ അല്ലാഹു പറഞ്ഞു വിട്ടു. ആ സന്ദർഭത്തിൽ ആ പ്രവാചകൻ ഞങ്ങൾക്ക് ദിവ്യ സന്ദേശം ഓതി തന്നു. നഅരിഫു വഫാഅഹു വസുദ്ഖഹു വഅമാനതഹു, ആ പ്രവാചകന്റെ സത്യസന്ധത ഞങ്ങൾക്കറിയാം. ആ പ്രവാചകൻ അമാനത്ത് എങ്ങനെയാണ്, ഉത്തരവാദിത്വം എങ്ങനെയാണ് നിറവേറ്റിയതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയാത്ത ഒരാളല്ല ആ റസൂലിനെ, ആ വ്യക്തിത്വത്തെ, ആ പ്രവാചകന്റെ സൗന്ദര്യത്തെ, ആ പ്രവാചകന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ നന്നായി ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകന്റെ ഉത്തരവാദിത്വ ബോധത്തെ ഞങ്ങൾക്കറിയാം. ആ സത്യസന്ധനായ പ്രവാചകൻ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിട്ട് ആദ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ സമർപ്പിക്കേണ്ട ഇബാദത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഏകനായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമു ആ പ്രവാചകൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് നൽകേണ്ട ആവശ്യകതയും അതിന്റെ പ്രാധാന്യവും ആ പ്രവാചകൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വനസിലുർ റഹിമ, കുടുംബബന്ധം ചേർക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നു. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ ആ പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. വനസിലുൽ ജിവാർ, അയൽവാസികളോട് محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. محمد رسول الله الله من رسول الله محمد نبي قرآن الله محمد رسول الله الله من رسولنا محمد صلى الله عليه وسلم. അവരുടെ ഖുർആൻ അതിനോട് ചേർത്ത് പറയാണ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും. ആ നബിയോടൊപ്പമുള്ള സ്വഹാബത്ത്, ആ നബിയോടൊപ്പം ജീവിച്ച റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം ഉണ്ടാവാത്ത ആ വാചകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമുക്കിടയിൽ ചില പുതിയ കക്ഷികൾ രൂപപ്പെടുകയാണ്. അവർ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽ പ്രതിപറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ ചീത്ത പറയുകയാണ്. ലോകത്തിൽ ഏറ്റവും കൊള്ളരുതാത്ത ജനതയായ പ്രവാചകന്റെ സ്വഹാബത്തിൽ പരിചയപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി മാത്രം വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ഒരുമയുടെ പ്രത്യയശാസ്ത്രവുമായി കടന്നു വന്നവരാണ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അതേ പുറത്തുള്ള വ്യാഖ്യാനങ്ങളുടെ ഉൾസ്വാര വ്യാഖ്യാനമാണ് പറയുന്നത്
എന്നൊക്കെ വാദിച്ച് രംഗത്ത് വരുമ്പോൾ ചില മൗലവിമാരും തെരഞ്ഞെടുപ്പിലേക്ക് ഉലമാരുടെയൊക്കെ നേതാക്കന്മാരൊക്കെ അവർക്ക് അവതാരം എഴുതി കൊടുക്കുകയാണ്. മനസ്സിലാക്കണം, വലിയ അപകടമാണ്. മുസ്ലിം ഉമ്മത്ത് നേരിടാൻ പോകുന്ന വലിയ അപകടമാണ്. നമുക്കറിയാം, ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവായ CM മൗലവി അടക്കമുള്ള ആളുകൾ, അത്തരം ആളുകൾക്ക് അവതാരം എഴുതുകയാണ് ആ പുസ്തകങ്ങൾ. പച്ച കുഫറെടുത്തുന്ന അങ്ങേറ്റം ഇസ്ലാമിക വിരുദ്ധമായ സംഗതികൾ എഴുതുന്ന പുസ്തകങ്ങൾക്ക് അവതാരം എഴുതി കൊടുക്കുമ്പോ സാധാരണക്കാർ വിചാരിക്കുന്നത് ഇതൊക്കെ മഹത്തായ തിന്മയുടെ വാഹകരായ കുഫാറുകളോട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്നാൽ അവർ കഠിന ഹൃദയരല്ല, റുഹമാഉബൈനഹും പരസ്പരം അങ്ങേറ്റം കാരുണ്യമുള്ളവരാണ്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വദിവാന. ആ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പോഷന്മാരാണെന്നല്ല ഖുർആൻ പറയുന്നത്. നേരെ മറിച്ച് ഒരു ഉത്സാഹമില്ലാതെ നിൽക്കുന്ന ഖുർആൻ പറയുന്നത് പ്രവാചകന്റെ കൂടെയുള്ളവരെ നിനക്ക് കാണാം റുക്അൻ സുജ്ജദ, റബ്ബിന്റെ മുന്നിൽ തലകുനിക്കുന്നവരായി സുജൂദ് ചെയ്യുന്നവരായി നിനക്ക് കാണാം. അവരുടെ മനസ്സിൽ കാപട്യമുണ്ടോ ഇല്ലേ? അള്ളാഹുവിന്റെ തൃപ്തി കൊതിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിന്റെ ഫضل ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് അള്ളാഹു അടയാളം പറയുകയാണ്. കഴിഞ്ഞുപോയ വ്യക്തമായ തൗറാത്തിൽ അഥവാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥമായ തൗറാത്തിൽ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ഉപമയായി, ഉദാഹരണമായി, സിംബലായി, ഐക്കണായി പറഞ്ഞത് അവരുടെ മുഖങ്ങളിൽ സുജൂദിന്റെ അടയാളങ്ങൾ കാണാൻ കഴിയുമെന്നാണ്. ഇതാണ് തൗറാത്തിൽ അവരുടെ ഉപമയെങ്കിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ഇൻജീലിൽ അവർക്ക് പറയപ്പെട്ട ഉപമ അസബലിൻ അഖറജ ശത്റഹു ഫആദറഹു ഫസ്തബ അലാ സൂഖിഹി യുഅ്തിബു സുറാർ. കർഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ പുറത്തേക്ക് പൊട്ടിപ്പൊളിച്ച നാമ്പുണ്ടല്ലോ, ചെടിയുണ്ടല്ലോ, ആ ചെടിയുടെ നാമ്പ് പുറത്തേക്ക് വന്നിട്ട് കതിരായി അതിനെ വളർന്നു വലുതായി സ്വന്തം കരുത്തിലേക്ക് നിൽക്കുന്ന കർഷകനെ പോലും അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ ഒരു ചെടിയായി ഉയർന്നു നിൽക്കുന്നത് പോലെയാണ് പ്രവാചകന്റെ സ്വഹാബത്ത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ പ്രവാചകനെ കുറിച്ച്, പ്രവാചകന്റെ സ്വഹാബത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ ഇൻജീലിലടക്കം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ച് വിവരണം കേട്ടപ്പോഴാണ് ആ ഇൻജീലുമായി കടന്നു വന്ന മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇൻജീലിൽ വെച്ചുകൊണ്ടെങ്കിൽ ഇൻജീൽ നബിയുടെയും അതുപോലെ തന്നെ സ്വഹാബത്തിന്റെയും വിവരണങ്ങൾ നൽകുന്നത് കാണുമ്പോൾ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഇസ്രായേൽ സമൂഹത്തിന് മുഹമ്മദ് നബിയെ കുറിച്ചും അതുപോലെ തന്നെ പ്രവാചകന്റെ സ്വഹാബത്തിനെ കുറിച്ചും ഇങ്ങനെ ഇൻജീലിലെ വചനങ്ങൾ ഓതി കൊടുത്തപ്പോഴാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ എനിക്ക് ശേഷമാണല്ലോ മുഹമ്മദ് റസൂൽ എന്ന് പറയുന്നത്, ഞാനാകട്ടെ മുഹമ്മദ് നബിക്ക് മുമ്പ് വന്നുപോയല്ലോ, അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ അനുയായികളുടെ കൂട്ടത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ് എന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. ഫസ്തജാബ അല്ലാഹു ദുആഅഹു. ഈസാ നബിയുടെ ദുആയിൽ അല്ലാഹു ഉത്തരം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നഹു ലഅലമുൻ ലിസ്സാഅ, ലോകാവസാനത്തിന്റെ അടയാളമായി മുഹമ്മദ് നബിയുടെ അനുയായിയായി റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിൽ രണ്ടാമത് വരാനുണ്ട്. ആ ഈസാ നബി ഒരു പുതിയ പ്രവാചകനായിട്ടാണ് വരുന്നത്, ഒരിക്കലുമല്ല. നേരെ മറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളായി റസൂലുള്ളാഹിന്റെ അനുയായിയായിട്ടാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതെങ്കിൽ അതിന്റെ കാരണം പലപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അതേ ഇൻജീലിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും തന്റെ സ്വഹാബത്തിനെ കുറിച്ചും മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ അതേ ഈസാ അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തതാണ്, യജഅലഹു മിൻഹും, അല്ലാഹുവേ ആ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ എന്നെയും പഠിപ്പിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ലോകാവസാനത്തിന്റെ അടയാളമായി മുഹമ്മദ് നബിയുടെ ഉമ്മത്തായി കടന്നു വരുന്നത് എന്ന് ഇസ്ലാമിക ലോകം വളരെ വിശദമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ഇന്നലകളിൽ കഴിഞ്ഞുപോയ
സർവ പ്രവാചകന്മാരും നാളിലൂടെ പറയപ്പെട്ട ഒരു പ്രവാചകൻ ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് കടന്നു വന്നു. വിശുദ്ധ ദീനിന്റെ സന്ദേശവുമായിട്ട് അവസാന പ്രവാചകനായി കടന്നു വന്നു. ആ പ്രവാചകൻ കടന്നു വന്നു മക്കയിൽ ജീവിക്കുന്നു. ആ പ്രവാചക ജീവിതത്തിലെ 40-ാമത്തെ വയസ്സിൽ അലൈഹി 40 ഫഅശ്റഖത് ശംസുൻ നബുവ്വതി. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നബുവത്തിന്റെ സൂര്യൻ കൊണ്ട് 40-ാമത്തെ വയസ്സിൽ ആ പ്രവാചകൻ പ്രവചിക്കുകയാണ്. ആ പ്രവാചകൻ പ്രവചിക്കുന്നതാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്ന റസൂല് ആധുനിക ലോകത്തിന് ആവശ്യമായ സർവ്വ ലോകത്തിന് പകർന്നു നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഖാതിമുൽ അംബിയ ആയി പ്രവാചകൻ നൽകുകയാണ്. ഈ ഒരു റസൂലിന്റെ ആവശ്യമുണ്ടോ? ലോകത്തിൽ ഒരിക്കലുമില്ല. മുൻകാലഘട്ടങ്ങളെ പോലെയല്ല. റസൂലുള്ള ഖാതിമുൽ അംബിയ എന്ന് പറഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു സമൂഹം കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളെ വായിച്ചു കളയാൻ കഴിയാത്ത രൂപത്തിൽ ലോകാവസാനത്തോടടുത്ത ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് പ്രവാചകനെ പറഞ്ഞു വിടുന്നത്. ഖാതിമുൽ അംബിയയെ പറഞ്ഞു വിടുന്നത്. ആ പ്രവാചകൻ പറഞ്ഞു കടന്നു വന്നിട്ട് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള സർവ്വ കാര്യങ്ങളും മുഹമ്മദ് നബി പകർന്നു കൊടുക്കുകയാണ്. ഒന്നുപോലും പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവിനെ അടുപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചു കളഞ്ഞിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. അല്ലാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതിനൊന്നുപോലും ഞാൻ നിങ്ങളെ തൊട്ട് വിട്ടുകളഞ്ഞിട്ടില്ല. ഇല്ല അത് അമർത്തുകൊണ്ടിഹി, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. എല്ലാ കാര്യങ്ങളും റസൂലുള്ള വ്യക്തമാക്കി തന്നു. എല്ലാ കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. 23 കൊല്ലക്കാലത്തെ ജീവിതം കൊണ്ട് പ്രവാചകൻ ഒന്നും ഒഴിവാക്കാതെ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു മാത്രമല്ല അതിന്റെ പ്രായോഗിക രൂപം എന്താണെന്ന് റസൂലുള്ള കാണിച്ചു തന്നു. വെറുതെ ഒരു പ്രത്യയശാസ്ത്രം അവതരിപ്പിച്ചു പോവുകയല്ല. ഏതെങ്കിലും ഒരു ലൈബ്രറിയിൽ കുത്തിയിരുന്ന് കുറെ പഠിച്ചു വായിച്ച് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആശയം എഴുതി ഉണ്ടാക്കി, ഒരു മാനിഫെസ്റ്റോ എഴുതി ഉണ്ടാക്കി അത് സമൂഹത്തിൽ അവതരിപ്പിച്ചു പോവുകയല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സംഗതി ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞുവോ പഠിപ്പിച്ചുവോ അതിന്റെ പ്രായോഗിക രൂപം കാണിച്ചു തന്നുകൊണ്ടാ പോയത്. അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭാവന ചെയ്തുകൊണ്ടാ പോയത്. മനസ്സിലാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരനാണ്, എഴുത്തും വായനയും അറിയാത്തയാളാണ്. ആ നിരക്ഷരനായ റസൂലിന് അല്ലാഹു പ്രത്യേകമായി ക്ലാസ് കൊടുക്കുകയാണ്. ആ ക്ലാസ് കൊടുക്കാൻ പ്രത്യേകമായി അധ്യാപകനെ നിയോഗിക്കുകയാണ്. ആ അധ്യാപകൻ വന്ന പ്രവാചകനെ കൃത്യമായി ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാകട്ടെ അതേ ലോകത്ത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഉട്ടോപ്പിയല്ല, നടപ്പാക്കാൻ കഴിയാത്ത കാര്യമല്ല. നേരെ മറിച്ച് റസൂല് ഇതാ സക്കാത്ത് പറഞ്ഞപ്പോ സക്കാത്ത് നടപ്പാക്കി കാണിച്ചു. പലിശ പാടില്ലെന്ന് പറഞ്ഞപ്പോ പലിശ വിരോധിച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത് കാണിച്ചു തന്നു, മാതൃകയാക്കി കാണിച്ചു തന്നു. നോമ്പ് നോക്കണമെന്ന് പറഞ്ഞപ്പോ, നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോ, സക്കാത്ത് നൽകണമെന്ന് പറഞ്ഞപ്പോ, മറ്റു ബാധ്യതകൾ നിറവേറണമെന്ന് പറഞ്ഞപ്പോ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുഴുവനും പ്രായോഗിക രൂപം കൃത്യമായി പഠിപ്പിച്ചു, കൃത്യമായി കാണിച്ചു. അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ പ്രവാചകൻ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ഇതാ പരാജയപ്പെട്ടെടുത്ത്, ക്യാപിറ്റലിസം ഇതാ പരാജയപ്പെട്ടെടുത്ത്, ഇസ്ലാമിൽ ഒന്ന് പരിശോധിച്ച് നോക്കൂ, ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് പറയേണ്ട ഗുരുകേട് മുസ്ലിം ഉമ്മത്തിനില്ല. ഇസ്ലാം
അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഒരിക്കലും ഭൗതിക ലോകത്തിൽ പരീക്ഷിച്ച് റിസൾട്ട് കിട്ടേണ്ടതില്ല. അത് റിസൾട്ട് വന്നതാണ്, അത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഏതു കാര്യമാകട്ടെ പരസ്പരം വിമർശിച്ചു. സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണമെന്നത് ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ പലരും വിമർശിച്ചു, ആക്ഷേപിച്ചു, ലോകം തിരിയാത്തതെന്ന് പറഞ്ഞു. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബി യുഗത്തിൽ കാളവണ്ടി യുഗത്തിൽ കഴിയുന്നവരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. പറയുമ്പോഴോ എന്താ പറയുന്നത്? മാന്യമായ വസ്ത്രം ധരിക്കണം. ആര്? ആധുനിക ലോകത്തെ സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കണം. ഈ അടുത്ത കാലഘട്ടം വരെ ജെൻഡർ ന്യൂട്രാലിറ്റി പറഞ്ഞ ആണിനും പെണ്ണിനും ഒരു ബാത്റൂം മതി എന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പൊ പറയണം വേറെ ബാത്റൂം വേണം. മനസ്സിലാക്കണം, സെപ്പറേഷൻ വേണം, സുരക്ഷിതത്വം വേണം, കംഫർട്ട് വേണം. ആണിന് വേറെ വേണം, പെണ്ണിന് വേറെ വേണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ ഓരോ സംഗതികളും മനഃശാസ്ത്രപരമായി തന്നെ, ബൗദ്ധികമായി തന്നെ, ബുദ്ധിപരമായി തന്നെ കൃത്യമായി പഠിപ്പിച്ചു പോയി. അതുകൊണ്ട് അത് മനസ്സിലാക്കിയ റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് നബിയോട് ഒട്ടിച്ചേർന്ന് നിന്നത്. അവർ നബിയെ വിട്ടുകൊടുത്തില്ല, ഒരാൾക്കും വിട്ടുകൊടുത്തില്ല, റസൂലുള്ളാഹി ആർക്കും വിട്ടുകൊടുത്തില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ആ പ്രവാചകൻ എല്ലാവിധ പിൻബലവും നൽകുകയാണ്. അസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ മുൻസില മഅഹു. ഖുർആൻ പറഞ്ഞില്ലയോ, വിജയിക്കുവാനുള്ള വഴി ആ റസൂലുള്ളാഹിയെ സഹായിക്കലാണ്, ആ റസൂലുള്ളാഹിക്ക് പിൻബലം നൽകലാണ്, ആ റസൂലുള്ളാഹിയുമായി ജീവിതം ഒട്ടിച്ചു നിർത്തലാണ്. ഒരിക്കലും മടങ്ങു പോകാതെ, ആ പ്രവാചകനുമായുള്ള ബന്ധം വിട്ടുപോകാതെ, ജീവിതത്തിന്റെ അനക്കത്തിലും മടക്കത്തിലും ആ പ്രവാചകനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രവാചകനുമായി ഒട്ടി നിൽക്കലാണെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? അത് തന്നെയല്ലയോ റസൂലുള്ളാഹിയോടൊപ്പം ജീവിച്ച ആളുകൾ പ്രവർത്തിച്ചു കാണിച്ചു തന്നത്. അവർ ഒരുപാട് പ്രയാസം സഹിക്കേണ്ടി വന്നു. കാരണം അതുവരെ സമൂഹത്തിൽ ശീലമില്ലാത്ത ശീലങ്ങൾ, പാരമ്പര്യമായി കിട്ടിയ ആചാരങ്ങൾക്കെതിരായ സംഗതികൾ, പരമ്പരാഗതമായി വാപ്പുമാർ വഴി കൊണ്ടുവന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ ചില നിലപാടുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നപ്പോൾ, പ്രവാചകനെ പിൻപറ്റിയപ്പോൾ അവർക്ക് നിർവഹിക്കേണ്ടി വന്നു. സ്വാഭാവികമായി പാരമ്പര്യവാദികൾക്കെതിരായി മാത്രമല്ല, നാട്ടിലെ ഖുറൈശികളായ ആളുകൾ പ്രവാചകനെയും പ്രവാചകന്റെ കൂടെയുള്ളവരെയും കൊല്ലാൻ ഒരുക്കി എന്ന് മാത്രമല്ല, പല ആളുകളെയും കൊന്നു കൊല വിളിച്ചു എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത പകയവർ പ്രഖ്യാപിച്ചു, വിദ്വേഷം പ്രഖ്യാപിച്ചു. മാത്രമല്ല, പ്രവാചകനെ പിൻപറ്റിയതിന്റെ പേരിൽ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ ക്രൂരമായി പീഡിപ്പിച്ചു. പക്ഷെ ആരൊക്കെ എത്ര തന്നെ പീഡിപ്പിച്ചാലും, തെളിവിളിച്ചാലും, അതുപോലെ ബഹിഷ്കരിച്ചാലും, കടുത്തറത്തു കൊണ്ടുപോയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് റസൂലുള്ളാഹിയെ വിട്ടുപോയില്ല, നബിയെ വിട്ടുപോയില്ല. പ്രവാചകനോട് അവർ ഒട്ടിച്ചേർന്നു. അതെ, അത് കണ്ട് പലരും അത്ഭുതപ്പെട്ടു പോയി. ഖുറൈശും മുസ്ലിമും ഫീ ഗസ്വതി ഫമദാ ബിലാ ബദലിൻ ഇല സയ്യാഫി സലൂഹു അൽ യുർദീക അന്നക സാലിമു വലകൻ നബിയ്യു ബിദാ മിനൽ ഇസ്ലാഫി فأجابك الله لا نجوت من الرضا ويصاب أنف محمد برعافي. ഖുറൈശികളായ ആളുകൾ മുസ്ലിമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട്, യുദ്ധവേളയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു നിലക്കും ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ മൂർച്ചയേറിയ വാളുകളുടെ അറ്റം കൊണ്ട് കഴുത്തിൽ കുത്തുകയാണ്. മുസ്ലിമിന്റെ കഴുത്തിൽ മൂർച്ചയേറിയ വാളുകൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് സലൂഹു അവരോട് ചോദിക്കുകയാണ്, നിനക്ക് രക്ഷപ്പെടണോ? ഈ വാളിന്റെ മൂർച്ചയേറിയാതെ, ഈ വാളിന്റെ വാൾത്തലപ്പിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ? എനിക്കൊന്ന് പറഞ്ഞാൽ മതി. എനിക്ക് പകരം മുഹമ്മദിനെ കൊണ്ടുവന്ന് നിങ്ങൾ കഴുത്തറുത്ത് മാറ്റിക്കോ, മുഹമ്മദ് നിങ്ങൾ തലയെടുത്ത് മാറ്റിക്കോ എന്നൊന്നും പറഞ്ഞാൽ മതി. നിനക്കിവിടെ വാർത്തലപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് പ്രവാചകനോടൊപ്പം ജീവിച്ച സ്വഹാബത്തിന്റെ കഴുത്തിൽ വാർത്തലപ്പ് വെച്ചുകൊണ്ട് ഖുറൈശികൾ പറഞ്ഞപ്പോ, ആ ഖുറൈശി പ്രമുഖന്മാരെ ഞെട്ടിച്ചുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞ മറുപടി അവർ നൽകിയ മറുപടി എന്താ അറിയുകല്ല, വേണ്ട, നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ടതില്ല. ഞങ്ങളെ പ്രവാചകന്റെ പേര്, പ്രവാചകൻ
പ്രവാചകനെതിരെ ഒരു അക്ഷരം ഒരു ഒഴിയാടിയതിന്റെ പേരിൽ പകരമായി ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് വേണ്ടതില്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടേണ്ട ഞങ്ങൾ പ്രവാചകനെതിരെ പറയില്ല. ഞങ്ങൾ പ്രവാചകനോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവാചകന്റെ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ തലയെടുത്തു മാറ്റുമ്പോഴും അവർ പറഞ്ഞത് ഒരു സെക്കൻഡ് പോലും എന്റെ മനസ്സിൽ ഒരു പ്രയാസവും ബാധിച്ചിട്ടില്ല കേട്ടോ. എന്റെ കടുത്ത് നിങ്ങൾ കറുത്തു കളയാൻ കഴിഞ്ഞെന്ന് വരാം, കൈകാലുകൾ കുറിച്ചു മാറ്റിയെന്ന് വരാം, എന്നെ വേദനിപ്പിക്കാൻ എന്റെ ശരീരത്തെ വേദനിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ എന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ മനസ്സിൽ ഒരു നിരാശയും ഇല്ല. എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോ മാംസഘട്ടങ്ങളും നിങ്ങൾ അറുത്തുകൊണ്ടുപോയാൽ മുറിച്ചു കൊണ്ടുപോയാലും എന്റെ മനസ്സിനൊരു വേദനയുമില്ല, പ്രയാസവുമില്ല. ഞാൻ അഭിമാനിക്കുകയാണ് മുസ്ലിമായതിന്റെ പേരിൽ. കാരണം അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾ മുറിച്ചു കൊണ്ടുപോകുന്ന ഓരോ ശരീരഭാഗത്തിനും അള്ളാഹു പ്രത്യേകം ബറക്കത്ത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനെന്ന് ഉറക്കെ പാട്ടുപാടി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ സ്വഹാബത്ത് ഭൂമിയിൽ നിന്ന് ഈ രൂപത്തിൽ നിങ്ങളുടെ നേരെ ചീറി വരുന്ന ശരങ്ങളിൽ ഒന്നുപോലും നിങ്ങളുടെ ശരീരത്തെ പതിക്കില്ല. റസൂലേ ലാ തുശ്രിക് യുസീബുക സഹമുൻ മിൻ സിഹാമിൽ ഖൗമി നഹീദൂന നഹീക. അങ്ങയുടെ നെഞ്ചിന് നീരെ ഞാൻ നെഞ്ചു വെച്ചിട്ടുണ്ട്, പരിചയമായി അങ്ങക്ക് പരിചയമായി എന്റെ നെഞ്ചുണ്ട് നബിയെ. അതുകൊണ്ട് തന്നെ ഓരോ അമ്പുകളും അങ്ങയുടെ നേരെ വരുമ്പോ അത് ഏറ്റുവാങ്ങാൻ എന്റെ നെഞ്ചുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം നെഞ്ചു വെച്ച് റസൂലുള്ളാഹിക്ക് കവചം തീർത്ത റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് റസൂലുള്ളാഹിയെ ഏറ്റവും സ്നേഹിച്ചവരാണ്. വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ വിശ്വാസികളെ ചൂണ്ടി പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഖുർആൻ പറയാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, ഈമാനുള്ള മനുഷ്യർ അല്ലാഹുവിന്റെ റസൂൽ ഔലാ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്, ഏറ്റവും പ്രിയപ്പെട്ടവരാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അവരുടെ ശരീരത്തെക്കാൾ, അവരുടെ ജീവനേക്കാൾ, അവരുടെ കരുണയേക്കാൾ, അവരുടെ കണ്ണിനേക്കാൾ, അവരുടെ ശരീരത്തെക്കാൾ അവർക്ക് ഏറ്റവും അധികം വേണ്ടപ്പെട്ടവൻ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരുടെ ശരീരത്തെക്കാൾ പ്രിയപ്പെട്ടവനാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് വിശ്വാസി. കാര്യം ഒരു വിശ്വാസിയുടെ കുടിപ്പുമായി റസൂലുള്ളാഹിക്ക് ബന്ധമുണ്ട്. അവന്റെ അനക്കവുമായി അടക്കവുമായി സംസാരവുമായി അവന്റെ ദേശവിധാനവുമായി അവന്റെ കേശാലങ്കാരവുമായി സർവ്വതിലും അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന اللهم أسلم نفسي إليك وفوضت أمري إليك وألجأت ظهري إليك. എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചു കിടക്കാൻ അവസാനമായി ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കിടക്കാൻ പ്രമാണികൾ പറഞ്ഞുവെങ്കിൽ ഇതാ മുഅ്മിനായ മനുഷ്യൻ വുദൂഎടുത്ത് വന്ന് ഒരു ഭാഗം ചരിഞ്ഞിടന്ന് അല്ലാഹുമ്മ അസ്ലം നഫ്സി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ച് പിന്നെയൊന്നും സംസാരിക്കാതെ ഉറങ്ങിയാൽ ആ മുഅ്മിനായ മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രിയുടെ അന്ത്യയാമത്തിൽ അല്ലാഹു നാം ആകാശത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് ആരെങ്കിലും എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ, പൊറുത്തു തരാം, എന്നോട് എന്തെങ്കിലും ആവശ്യം പറയാനുണ്ടോ, സാധിച്ചു തരാമെന്ന്
റബ്ബുൽ ആലമീനായ അല്ലാഹു തന്റെ അടിയാറുകളെ വിളിച്ചു ചോദിക്കുന്ന നേരത്ത് തജാഫാജുനൂബുഹും അനിൽ മദാജിർ യദഊന റബ്ബഹും ഖൗഫൻ വതമആ. എല്ലാവരും ഉറങ്ങുന്ന രാത്രിയുടെ അന്ത്യയാമത്തിന്റെ പകുതി കടന്നിട്ട് അതിന്റെ അന്ത്യനിമിഷത്തിൽ വിളിപ്പ് വിട്ടുകൊണ്ട് എഴുന്നേറ്റ് വന്നിട്ട് ആ പ്രവാചകൻ അനുധാവനം ചെയ്ത് നിസ്കരിക്കുന്നവൻ, അതുപോലെ തന്നെ ദിക്റുകൾ ചെയ്യുന്നവൻ, അതുപോലെ തന്നെ അവന്റെ കേശാലങ്കാരം സംവിധാനിക്കുന്നവൻ, പ്രവാചകൻ പറഞ്ഞതുപോലെ ഉടയാടകൾ അവന്റെ വസ്ത്രവിധാനങ്ങൾ വിൽക്കുന്നവൻ, ആ പ്രവാചകൻ അനുധാവനം ചെയ്യുന്നവൻ. അതുകൊണ്ട് മുമ്പിൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നടക്കുമ്പോഴും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കച്ചവടം നടത്തുമ്പോഴും അങ്ങനെ സർവ്വസമയവും ആ പ്രവാചകന്റെ സുന്നത്തുകളെ ഇത്തിബാഅ് ചെയ്ത് ആ റസൂലുള്ളാഹി അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവന്റെ ശരീരത്തിൽ നിന്ന്, അവന്റെ ഖൽബിൽ നിന്ന്, അവന്റെ മനസ്സിൽ നിന്ന്, അവന്റെ നെഞ്ചകത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവൻ കൊതിക്കുകയാണ് ഹബീബിനെ കാണാൻ, അവൻ ആഗ്രഹിക്കുകയാണ് റസൂലുള്ളാഹിയെ കാണാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലയോ, എനിക്ക് എന്റെ യഹോവയെ കാണാൻ കൊതിയായെന്ന്, എന്റെ യഹോവയെ കാണാൻ എനിക്ക് കൊതിയായെന്ന് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അലസ്നാ യഖ്വാനുക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ നബിയെ നിങ്ങളുടെ യഹോവകൾ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ നബിയെ, എന്നെ ഇനി എന്ത് കാണുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ എന്റെ സ്വഹാബുകളാണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, എന്റെ യഹോവകൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇനിയുടെ ലോകത്ത് വരാനുള്ള എന്നെ വിശ്വസിക്കുന്ന, എന്നെ കാണാതെ തന്നെ എന്നെ അംഗീകരിക്കുന്ന, എന്റെ ചര്യകളെ അനുധാവനം ചെയ്യുന്ന വിശ്വാസികളാണ് എന്റെ യഹോവകൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവരെ കാണാൻ എനിക്ക് കൊതിയായി റസൂൽ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന് കാര്യം മനസ്സിലായി. ദുനിയാവിൽ കാണുന്ന കാര്യമല്ല റസൂൽ പറഞ്ഞത്, നാളെ ആഖിറത്തിൽ കരയോട് വിശ്വസിച്ചു കൂടുന്ന നാളിൽ അവിടെ വെച്ചുകൊണ്ട് തന്നെ യഹോവയെ കാണുന്ന കാര്യമാണ് റസൂൽ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവരെ നിങ്ങൾ ആഖിറത്തിൽ വെച്ചുകൊണ്ട് കണ്ടാൽ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുക? നിങ്ങൾ അവരെ എങ്ങനെയാണ് തിരിച്ചറിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അതേ കുറെ കറുത്ത കുതിരകൾക്കിടയിൽ കൈകാലുകൾ വെളുത്ത കുതിരകൾ നിന്നാൽ അവരെ തിരിച്ചറിയാൻ വല്ല പ്രയാസവും ഉണ്ടാകുമോ? കുറെ കറുത്ത കുതിരകൾ ഇങ്ങനെ നിൽക്കുകയാണ്, അതിനിടയിൽ കൈകാലുകൾ വെളുത്ത കുറെ കുതിരകൾ നിന്നാൽ കണ്ടെത്താൻ വല്ല പ്രയാസവും ഉണ്ടാകുമോ? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പറയുന്നുണ്ട്, ഓ നബിയെ, അങ്ങനെ കുറെ കറുത്ത കുതിരകൾക്കിടയിൽ കുറെ കൈകാലുകൾ വെളുത്ത കുതിര നിന്നാൽ കണ്ടെത്താൻ ഒരു പ്രയാസവും ഉണ്ടാകില്ലെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നഹും യഖൂന മുഹജ്ജലീന മിനൽ വുദൂ, ഞാൻ അവരുടെ പാരത്രിക ലോകത്തിന്റെ ഇഖ്വാനുകളെ തിരിച്ചറിയുന്നവർ വുദൂഇന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്നവരായിക്കൊണ്ടാകും അവിടെ ഉണ്ടാവുക. അങ്ങനെ ഞാൻ ഇഖ്വാനുകളെ തിരിച്ചറിയുന്ന ശേഷം ഇതാ ഹൗദുൽ കൗസറിലേക്ക് ആനയിക്കപ്പെടുന്ന സമയത്ത് എന്നെ കാണണമെന്ന് അവിടെ ആഗ്രഹമുള്ളവരുണ്ടോ എങ്കിൽ നിങ്ങൾ ഓടി വരണേ. ഹൗദുൽ കൗസറിന്റെ സമീപത്ത് ഞാൻ നിങ്ങളെ കാത്തുനിൽക്കുണ്ടാകും. ലോകാവസാനം വരെ വരുന്ന പ്രവാചകനെ കണ്ടിട്ടില്ലാത്ത റസൂലുള്ളാഹിന്റെ അനുയായികളായ ആളുകൾ, അവരെ കുറിച്ച് റസൂലുള്ളാഹിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. നബിയെ കണ്ടിട്ടില്ലാത്ത ആളുകളെ കുറിച്ച് വലിയ പ്രതീക്ഷയാണുള്ളത്. ആർക്ക്? റസൂലുള്ളാഹിക്ക്. മനസ്സിലാക്കണം, അത്ര പ്രിയമാണ് പ്രവാചകൻ അവരെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലയോ, തന്റെ സ്വഹാബത്തിനോട് ഒരിക്കൽ ചോദിച്ചില്ലയോ? എപ്പോഴാ ചോദിക്കുന്നത്? അതേ പ്രവാചകൻ സുബ്ഹ് നിസ്കരിച്ചു തന്റെ സ്വഹാബത്തുമായി. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം റസൂൽ തന്റെ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. എന്നിട്ട് റസൂൽ ചോദിക്കുകയാണ്,
എന്താ ചോദിക്കുന്നത്? ഓ സഹാബ, ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. യാ അയ്യുഹന്നാസ് മൻ അഅദബുൽ ഖൽഖി ഈമാന, മൻ അഅദബുൽ ഖൽഖി ഈമാന. ആരുടെ ഈമാനാണ് അത്ഭുതകരമായ ഈമാൻ? വിശ്വാസത്തിൽ മറാക്കിൽ കാണിക്കുന്നവരാരാണ് അർത്ഥം? വിശ്വാസത്തിൽ അത്ഭുതം കാണിക്കുന്നവരാരാണ് അർത്ഥം? യാ അയ്യുഹന്നാസ്, നബി സഹാബത്തിനോട് ചോദിക്കുന്നു, മൻ അഅദബുൽ ഖൽഖി ഈമാന, ഈമാന്റെ കാര്യത്തിൽ അത്ഭുതം കാണിക്കുന്നവർ ആരാണ്? ഉടൻ തന്നെ പ്രവാചകന്റെ സ്വഭാവത്ത് പറഞ്ഞു, അൽ മലായിക, വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഈമാനിന്റെ കാര്യത്തിൽ അത്ഭുതം കാണിക്കുന്നത് മലക്കുകളാവാം. കാരണം അവർ ആകാശലോകത്തിൽ കടക്കുന്നവരാണല്ലോ, അല്ലാഹുവിന്റെ അനന്തകോടി നിഅമത്തുകളെ കാണുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ഈമാന്റെ കാര്യത്തിൽ ഇഅ്ജാബുള്ളവർ, അത്ഭുതം കാണിക്കുന്നവർ മലക്കുകളായിരിക്കാം എന്ന് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പ്രവാചകനോട് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, വകൈഫ ലാ യുഅ്മിനുൽ മലായിക വഹും യുആയിനൂനൽ അംറാ. അത്ഭുതപ്പെടാൻ മലക്കുകളുടെ കാര്യത്തിൽ അത്ഭുതപ്പെടാനിരിക്കുന്നു. കാരണം അവർ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും കണ്ടു നിൽക്കുന്നവരല്ലയോ. അവർക്ക് ഈമാൻ ഉണ്ട് എന്ന് പറയുന്നത് എന്താ അത്ഭുതം? ഈമാൻ ഇല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് ഒരു ഇജാബുമില്ല, ഒരു അത്ഭുതവും അക്കാര്യത്തിലില്ല. സ്വഹാബത്തിന്റെ ഉത്തരം തെറ്റിപ്പോയി എന്ന് കണ്ടപ്പോ സ്വഹാബത്ത് തിരുത്തുകയാണെങ്കിൽ, നബിയെ, ഈമാനിന്റെ കാര്യത്തിൽ അത്ഭുതം കാണിക്കുന്നവർ ഫന്നബിയ്യൂന യാ റസൂലല്ലാഹ്, നബിമാരായിരിക്കും നബിയെ, നബിമാരായിരിക്കും, അവർക്കായിരിക്കും അത്ഭുതം കാട്ടാൻ കഴിയാന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു ചോദിക്കുന്നു, കൈഫ ലാ യുഅ്മിനു നബിയൂന വൽ വഹ്യു യൻസിലു അലൈഹിം മിനസ് സമാഅ. അമ്പിയാക്കൾ ഇങ്ങനെ വിശ്വസിക്കാതിരിക്കോ? കാരണം നബിമാർക്ക് വഹി കിട്ടുന്നുണ്ടല്ലോ, അവർ ജിബീലുമായി സംവദിക്കുന്നവരാണല്ലോ. അങ്ങനെ വരുമ്പോൾ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അവർ വിശ്വസിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ സ്വഹാബത്ത് നബിയോട് പറയുന്നു, അവിടെ ഞങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയെങ്കിൽ ഞങ്ങൾ ശരിയാക്കാം. അത്ഭുതം വിശ്വാസത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്നവർ നബിയെ തങ്ങളോടൊപ്പമുള്ള അനുചരന്മാരായ സ്വഹാബികളായിരിക്കാം റസൂലേ എന്ന് പറയുമ്പോ അല്ലാഹു റസൂൽ അവരോട് തിരിച്ചു ചോദിക്കുന്നു, കൈഫ ലാ യുഅ്മിനു അസ്ഹാബി വഹും യറൗന മാ യറൗൻ. എന്താ സ്വഹാബത്ത് എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഈ കാണുന്ന മുഅ്ജിസത്തുകളൊക്കെ അവർ കാണുകയില്ലേ? കൈകല്ലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകുന്നതും ചന്ദ്രൻ പ്രവർത്തുന്നതും അങ്ങനെ പല അത്ഭുതങ്ങളും അവർ കാണുകയില്ലേ? അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് വിശ്വസിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇതാ ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് ഉത്തരം മുട്ടിപ്പോവുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറയുന്നു, വലാകിന്ന അഅജബന്നാസി ഈമാനാ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ അത്ഭുതം കാണിക്കുന്നവർ ഖൗമൻ, ഒരു ജനതയാണ്, യജീഊന മിൻ ബഅദി, ഞാൻ വഫാത്തായതിനു ശേഷം വരുന്ന ആളുകളാണ് അവര്. ഞാൻ പോയതിനു ശേഷം വരുന്ന ആളുകളാണ് അവര്. അവരെന്നെ കണ്ടവരല്ല, നേരെ മറിച്ച് എന്നിൽ വിശ്വസിച്ചവരാണ്, അചഞ്ചലമായി വിശ്വസിച്ചവരാണ് അവര്. അവർ എനിക്ക് ഏറ്റവും കാണാൻ പ്രിയപ്പെട്ടവരാണെന്നാണ് റസൂൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ റസൂൽ പറയുന്നത്, പാരത്രിക ലോകത്ത് പടച്ചവന്റെ മുന്നിൽ പരകോടി മനുഷ്യർ വിളിച്ചുകൂടുന്ന നാളിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരാരും എവിടെ ഉണ്ടാകും എന്നെ നബിയെന്ന് ഓർത്തുകൊണ്ട് പരക്കം പായേണ്ടതില്ല. നിങ്ങൾക്കുള്ളിൽ ആത്മാർക്ക് ഞാൻ പറഞ്ഞു തരാം, അവിടെ ഞാൻ ഉണ്ടാകും. റസൂലായ ആത്മാർക്ക് പറയാണ്, ആഖിറത്തിലെ ആത്മാർക്ക് റസൂലുള്ള ഉള്ള സ്ഥലം അതെവിടെയാണ്? റസൂൽ പറഞ്ഞത്, അന ഫറതുകും അലൽ ഹൗദിന്റെ സമീപത്ത് ഞാൻ നിങ്ങളുടെ കാത്തു നിൽപ്പുണ്ടാകും. ആ ഹൗദിന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകും. ആ ഹൗദ്, അതിന്റെ പ്രത്യേകത, ഏതൊരാളിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പിന്നെ അവരൊരിക്കലും ദാഹമുണ്ടാവുകയില്ല. ആ രൂപത്തിലുള്ള അവിടെയുള്ള പരദേശം മുഴുവൻ അടക്കി കൊടുക്കുന്ന, പാലിനേക്കാൾ നിറമുള്ള, തീരിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ ഹൗദുൽ കൗസർ, ഖുർആൻ പറഞ്ഞതുപോലെ ഇന്നാ അഅതൈനാകൽ കൗസർ, താങ്കൾക്ക് ഹൗദുൽ കൗസർ നബിയിൽ നൽകിയില്ല നബിയെ എന്ന് പ്രത്യേകം ഖുർആൻ പറഞ്ഞ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് ഞാൻ നിൽക്കുന്ന നേരത്തെ ഒരു സംഘം ആളുകൾ ഇങ്ങനെ വരികയാണ്.
കാർമേഘ കൂട്ടം പോലെയുള്ള സംഘത്തിന് എനിക്കുമിടയിൽ അല്ലാഹു മറയിട്ട് കളയും. ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് ഞാൻ വിളിച്ചു പറയും എന്റെ റബ്ബിനോട്, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി. അതല്ലേ റസൂലുള്ളാഹിന്റെ പ്രത്യേകത, ആഖിറത്തിൽ പ്രവാചകന്റെ സവിശേഷത. ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ മുഴുവനും, അമ്പിയാക്കൾ മുഴുവനും യൗമ യദഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ. എന്റെ ഉമ്മത്തെ എന്റെ ഉമ്മത്തെ എന്നാണെങ്കിൽ കാർമേഘ കൂട്ടം പോലെ ഗംഭീരമായി പ്രവാചകന്റെ നേരെ ഓടിയെടുക്കുന്ന ആൾക്കൂട്ടത്തെ റസൂലുള്ളാഹി സ്വാഗതം ചെയ്യാണ്. ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് സ്വാഗതം എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഇതാ പ്രവാചകന്മാർക്ക് ഇടയിൽ മറഞ്ഞിടുന്നത്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി റബ്ബിനെ വിളിച്ചു പറയുന്നു, യാ റബ്ബ് ഉമ്മത്തി, ഓ റബ്ബേ എന്റെ ഉമ്മത്തല്ലേ അവർക്ക് വെള്ളം കൊടുക്കണ്ടേ, അവർക്ക് എന്നെ കാണണ്ടേ, എനിക്ക് അവരെ കാണണ്ടേ. അതുകൊണ്ട് യാ റബ്ബ് ഉമ്മത്തി, റബ്ബേ എന്റെ ഉമ്മത്ത് എന്ന് പറയുമ്പോ ഇതാ മറുപടി പറയുന്നു. അല്ലാഹുവിന്റെ മറുപടി പറയുന്നു, നബിയേ അവരെ കുറിച്ച് നിങ്ങൾക്കറിയില്ല നബിയേ, അവർ നിങ്ങളുടെ ഉമ്മത്താണ്, ശരി തന്നെയാണ്, അവർ നിങ്ങളുടെ ഖൗം തന്നെയാണ്, ശരി തന്നെയാണ്, പക്ഷേ അവരെ കുറിച്ച് നിങ്ങൾക്കറിയില്ല നബിയേ. എന്റെ അവർക്കുള്ള പ്രശ്നം, ഇന്നഹും ഖദ് ബദ്ദലൂ ബഅദക്, ഇന്നഹും ഖദ് ബദ്ദലൂ ബഅദക്, ഇന്നഹും ഖദ് ഗയ്യറൂ ബഅദക്. താങ്കളുടെ കാലശേഷം, താങ്കൾ വിടവാങ്ങിയതിനു ശേഷം താങ്കളുടെ ദീനിൽ തകർത്തുണ്ടാക്കിയവരാണവര്, താങ്കളുടെ ദീനിൽ പുതിയതുണ്ടാക്കിയവരാണവര്, താങ്കൾ പഠിപ്പിക്കാത്ത ആചാരങ്ങളെ കൊണ്ടുവന്നവരാണവര്, താങ്കൾ നിർദ്ദേശിക്കാത്ത പാഠങ്ങൾ സമൂഹത്തിൽ പ്രവാചക താങ്കളുടെ പേരിൽ കളമായി കെട്ടിച്ചമച്ചവരാണവര് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ ജനക്കൂട്ടത്തെ ചൂണ്ടി പറയും. പഠിപ്പിച്ചുപോയി. നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുപോയി. ഒന്നും പറയാതെ പ്രവാചകൻ വിട്ടുകളഞ്ഞില്ല. പ്രവാചകൻ അവൻ ചെയ്തവർ അത് മുഴുവനും ഒപ്പിയെടുത്തു. അത് മുഴുവനും പ്രവാചക ജീവിതത്തിൽ അവർ പകർന്നെടുത്തു. അത് സമൂഹത്തിന്റെ മുന്നിൽ ഒന്നും വിട്ടുകളയാതെ അവർ പകർന്നു കൊടുത്തുവെങ്കിലും പിൽക്കാലഘട്ടത്തിൽ പ്രവാചകന്റെ അണികളായി, പ്രവാചകന്റെ അനുയായികളായി കടന്നു വന്നു ആളുകൾ, അല്ലെങ്കിൽ പ്രവാചകന്റെ അണികളാണെന്ന് പറഞ്ഞു വന്ന ആളുകൾ, അവരിൽ പല ആളുകളും പ്രവാചകൻ പഠിപ്പിക്കാത്ത മതമായി ആചരിച്ചു. പ്രവാചകന്റെ പേരിൽ പലരും കെട്ടിപ്പറഞ്ഞു. പ്രവാചകന്റെ പേരിൽ പുതിയ പുതിയ ആഘോഷങ്ങൾ അവർ കൊണ്ടുവന്നു. ഏതുപോലെ മുൻകാല ജനത നശിച്ചതുപോലെ, മുൻകാല സമൂഹത്തിലെ അമ്പിയാക്കളുടെ അനുയായികളായ ആളുകൾ അവർക്ക് സത്യമാർഗത്തിൽ അകന്നു പോയതുപോലെ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞില്ലയോ, നബിമാരെ പഠിപ്പിച്ച ആശയതലങ്ങളിൽ നിന്ന് അവരകന്നു പോയി. പ്രത്യേകിച്ച് യഹൂദനസറാക്കൾ അവർക്കെന്തേ സംഭവിച്ചത്? അല്ലാഹുവിന്റെ തൗറാത്ത് കൊടുത്തു, അല്ലാഹുവിന്റെ ഇഞ്ചീൽ കൊടുത്തു, പക്ഷേ തൗറാത്ത് അവർ പഠിച്ചില്ല, ഇഞ്ചീൽ അവർ പഠിച്ചില്ല. അവരുടെ അവസ്ഥ ഖുർആൻ പറഞ്ഞത് മതലുല്ലദീന ഹുമ്മിലു തൗറാത്ത ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. തൗറാത്ത് വഹിപ്പിക്കപ്പെട്ടവരുടെ ഉപമ, തൗറാത്ത് ചുമന്നവരുടെ ഉപമ കമതൽ ഹിമാർ, കഴുതയുടെ ഉപമയാണ്. എങ്ങനെയുള്ള കഴുത? യഹ്മിലു അസ്ഫാറാ, ഗർഭം ചുമക്കുന്ന കഴുതയെ പോലെയാണ് തൗറാത്ത് വഹിപ്പിക്കപ്പെട്ടവരുടെ ഉപമ. തൗറാത്തുമായി അവർ നടന്നു, തൗറാത്ത് അവർ ചുമന്നു, തൗറാത്ത് നിങ്ങളുടെ വേദികളെന്ന് ഇവർ പറഞ്ഞു. പക്ഷേ തൗറാത്തിലുള്ളവർ പഠിച്ചില്ല, തൗറാത്ത് അവർ ഉൾക്കൊണ്ടില്ല. ഖുർആനെ പറ്റി പറയാണ്, തൗറാത്ത് നൽകപ്പെട്ടവരെ പറ്റി പറയുകയാണെങ്കിൽ മുഹമ്മദ് നബി പറയാണ്, എന്റെ ഉമ്മത്തും ഈ പറയുന്ന യഹൂദനസ്വറാക്കളെ
ചാണിന് ചാണായി മുഴമായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന ഒരു കാലം വരാനുണ്ട്. യഹൂദികൾ എങ്ങനെ സത്യമാർഗത്തിൽ അകന്നു പോയോ, നസാറാക്കൾ എങ്ങനെ അവര് പ്രവാചകൻ പഠിപ്പിച്ച മാർഗത്തിൽ അകന്നു പോയോ, അതുപോലെ എന്റെ ഉമ്മത്തും അകന്നു പോയിട്ട് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി കഴിഞ്ഞുപോയ ജൂത നസറാക്കളെ പിൻപറ്റുന്ന അവസ്ഥ എന്റെ ഉമ്മത്തിനും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തുവെങ്കിൽ الكتاب بأيديهم ثم يقولون هذا من عند الله. അതേ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ യഹൂദ നസറാക്കളെ സംബന്ധിച്ച് പറഞ്ഞതാണ് അവർക്കിടയിലെ പണ്ഡിത പുരോഹിതന്മാർ, അവർക്കിടയിലെ ഉസ്താദുമാർ, ജൂതർബിമാർ അവർ സ്വന്തം കൈകൊണ്ട് കുറെ ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഓദിക്കോ, ഇത് പാരായണം ചെയ്തോ, ഇതാണ് അല്ലാഹുവിന്റെ കിതാബ്, ഇതാണ് പരിശുദ്ധമായ കിതാബ്. അങ്ങനെ ഈ പുരോഹിതന്മാർ എഴുതി ഉണ്ടാക്കി കിതാബുകളുടെ പിന്നാലെ അവർ പോയി. വേദഗ്രന്ഥം പഠിച്ചില്ല, പുരോഹിതന്മാരുടെ കിതാബുകളുടെ പിന്നാലെ അവർ പോയതുപോലെ ഇവിടെയും ഇതാ സംഭവിക്കുന്നു. പലവിധ മാലകളും മോഡലുകളും ഒക്കെ എഴുതി ഉണ്ടാക്കുന്നു. ഓരോന്നും തോന്നിയതൊക്കെ എഴുതിണ്ടാക്കാൻ, എന്തും എഴുതി പഠിപ്പിക്കാം, ആർക്കും പ്രശ്നമില്ല. അതാണ് അവസാനം വന്ന് 33 കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ച് മരിച്ചുപോയ കോഴിക്കോട്ടുകാരനായ മലയാളിയായ ഒരു മനുഷ്യൻ, അയാളാണ് പടച്ചോൻ. അലമത്തില് ഉസ്താദുമാരാണ്, ഡിഗ്രിയുള്ള ആളുകളാണ്. 10-12 കൊല്ലം കിതാബൊക്കെ ഓതി എല്ലാം കഴിഞ്ഞ് തെളിഞ്ഞ് അവസാനം അറബിയിൽ വലിയ കിതാബൊക്കെ എഴുതുന്ന ആളുകൾ. അവരാണ് അറബിയിൽ മൗലിദ് എഴുതിയത്. മൗലിദ് നൂരി നമ്മുടെ മൗലിദ്, അങ്ങനെ ഓരോ മൗലിദ് അല്ലെങ്കിൽ വാരകൾ നിങ്ങൾ എഴുതിയിട്ട് തന്നെയാണ്. നിങ്ങൾ ചൊല്ലിക്കോ, ഇത് നിങ്ങൾ പാടിക്കോ. ഇതാരെഴുതിയത്? അതിന്റെ ചെല്ലുന്നത് അത് 33 കൊല്ലം മുമ്പ് മരിച്ചുപോയാണ് എഴുതുന്നതാണ്. അപ്പൊ അതിനേക്കാളും പിന്നീട് കാലത്ത് 10-15 കൊല്ലം മുമ്പ് എഴുതിയതാണ്, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് എഴുതിയതാണ്. ഇതാണ് ആളുകൾ എടുക്കുന്നത്, ഇതാണ് പരിശുദ്ധമായി കാണുന്നത്, ഇതാണ് ആചരിക്കുന്നത്, ഇതാണ് കൊണ്ടു നടക്കുന്നത്. ഈ രൂപത്തിൽ ഓരോരോ നിർമ്മിതികൾ പുതുതായി കൊണ്ടുവന്ന് അവസാനം അല്ലാഹുവിൽ കൂറുകാരെ ഉണ്ടാക്കാൻ മടിയില്ലാത്ത, പടച്ചവനാണ് ഈ മനുഷ്യനെന്ന് പറയാൻ മടിയില്ലാത്ത ജനത ഇവിടെ രൂപപ്പെടുകയാണ്. കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നിരന്തരമായി ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ ദുരിതം വീഴുന്നത്. കേരളത്തില് എല്ലാവരും നോക്കണം, എന്താ പ്രശ്നം? വെസ്റ്റേൺ ഗാർഡ്സിന്റെ പ്രശ്നമാണോ ചില ഇതൊക്കെ പണ്ടേക്ക് പണ്ടുള്ളതാണ്. ഈ ഗാർഡ്സ് ഒക്കെ ഇവിടെ ഈ ഹരിതവാഭമായ മണ്ണും മലയൊക്കെ ഉള്ളതാണ്. അല്ലാഹു സൂറത്തുൽ ബഖറയിൽ മനോഹരമായി ആരംഭിക്കുന്നത് ഇതുപോലെ നാട് ഗോഡ്സോൺ കൺട്രി എന്ന നാടിന്റെ സഭയിൽ പറയുന്നത് നല്ല നാടാണ്, നല്ല നാട്. ഇതൊക്കെ അള്ളാഹ് ഒരുക്കി വെച്ച സംവിധാനങ്ങളാണ്. റബ്ബിങ്ങനെ ഇറക്കി പിടിപ്പിച്ചു തരും. മനസ്സിലാക്കണം, ഖുർആൻ പറഞ്ഞത് തഹ്രീഫാണ്, തസ്രീഫാണ്. ഖുർആന്റെ പ്രയോഗം സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹ് പറയാണ്, ഈ ആയത്തുകൾ മുഴുവനും തസ്രീഫാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തരുന്നത് തസ്രീഫായി കൊണ്ടാണ്, നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി തന്നെ തരുന്നതാണ്. റബ്ബ് നിങ്ങൾക്ക് ഭയം ഉണ്ടാക്കാൻ വേണ്ടി തരുന്നതാണ്. ഇത് മുഴുവനും ഭയപ്പെടുത്തലാണ്. ഭയം നിങ്ങളുടെ കൽബിൽ ഉണ്ടാക്കാൻ റബ്ബ് തരുന്നതാണ്. ഖുർആൻ പറയാം, എന്തിനാ? ലഅല്ലകും യഅ്തബിറൂന ഔ യർജിഊൻ. മടങ്ങി വരാനോ സാഹചര്യമുണ്ട്, തിരിച്ചു വരാൻ സാഹചര്യമുണ്ട്. കാരണം വെച്ചാൽ അള്ളാഹ് വെറുതെ ഒരു സമൂഹത്തെ ശിക്ഷിക്കൂല. സ്വാലിഹീങ്ങളായ ആളുകൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ആ സ്വാലിഹീങ്ങൾക്കിടയിൽ പോലും ശിക്ഷ വരുന്നുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ശിക്ഷ വരുന്നത് ഖബത്ത് വർദ്ധിക്കുമ്പോഴേ വരൂ. ആ പ്രയാസങ്ങൾ ഖബത്ത് വർദ്ധിക്കുമ്പോഴേ വരൂ. കൂട്ടത്തിൽ സ്വാലിഹീങ്ങൾ ഉണ്ടാകും. സ്വാലിഹീങ്ങളും ഈ പ്രളയത്തിൽ പെട്ടുപോകും, സ്വാലിഹീങ്ങളും ഈ ദുരന്തത്തിൽ പെട്ടുപോകും. ആ സ്വാലിഹീങ്ങളടക്കം ഈ ദുരന്തത്തിൽ പെടാൻ കാര്യം വെച്ചാൽ ഖബത്ത് വർദ്ധിച്ചാലാണ്. ഖബത്ത് എന്ന് പറഞ്ഞാൽ കൊള്ളരുതായ്മകളാണ്. ഔലാദു സിനാ എന്ന് വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്, ഫുസൂഖ് എന്ന് വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്, ഫുജൂർ എന്ന് വ്യാഖ്യാനം പറഞ്ഞവരുണ്ട്. കൊള്ളരുതായ്മകൾ വർദ്ധിക്കും. പക്ഷെ ഇവര് നന്മ കൽപ്പിക്കൂല, തിന്മ വിരോധിക്കൂല, തടയൂല. ഈ ആളുകൾ സ്വാധീനങ്ങൾ ഒരു സുജൂദിലും പള്ളിയിലുമാണ്. ഇവർ സുജൂദിലും റുക്കൂയിലും ഇസ്തിഗ്ഫാറിലും പള്ളിയിലുമാണ്. ഇവർ നന്മ വിരോധിക്കൂല, നന്മ കൽപ്പിക്കൂല, തിന്മ വിരോധിക്കൂല. നന്മ കൽപ്പിക്കാതെ തിന്മ വിരോധിക്കാതെ കുറെ സ്വാധീനങ്ങളുടെ നാട്ടിലുണ്ട്. ആ നാട്ടിൽ ഈ കുഴപ്പങ്ങൾ, ഈ ഫുജൂരിയത്ത് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അദാബിലേക്ക് വന്നു എന്ന്
ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ സഹാബത്ത് പഠിപ്പിക്കാം. എത്ര ദുരന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് അടിസ്ഥാനപരമായ ഊഹിയായ ഒരു കാരണം ഭൗതികമായി എന്ത് നമ്മൾ പറഞ്ഞാലും ഈ സമൂഹത്തിന്റെ അഴിഞ്ഞാട്ടമാണ്. മുസ്ലിം ഉമ്മത്തടക്കമുള്ളവരുടെ അഴിഞ്ഞാട്ടം എല്ലാ രംഗത്തും കാണാം. ദീൻ എന്ന് പറയുന്നത് കളി തമാശ അതെല്ലാ രംഗത്തും ദീനിന്റെ ഇതെന്ന് പറയപ്പെടുന്ന ഒരു വിവാഹ സദസ്സിൽ എന്തെല്ലാം ഉദ്ഘാട്ടമാണ്. ഒരു കല്യാണം നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പരമ്പര അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മക്കളായി ഇവിടെ നിലനിൽക്കേണ്ട ഏറ്റവും സ്വാലിഹായ കർമ്മം നടക്കേണ്ട ഒരു വിവാഹ ചടങ്ങിൽ പോലും നടക്കുന്ന കൊള്ളരുതായ്മകളൊക്കെയാണ് മുസ്ലിം ഉമ്മത്തിന് ഈ ദുരന്തങ്ങൾക്കിടയിൽ തന്നെ ഈ ദുരന്തമൊക്കെ കണ്ടു നിൽക്കുന്ന പാതയിൽ തന്നെ നമ്മൾ കാണിക്കുന്ന നമ്മൾ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകൾ എന്തൊക്കെയാണ്? അനാശാസ്യം എന്തൊക്കെയാണ്? അനാവശ്യതൊക്കെയാണ്. മാത്രമല്ല ഈ ദുരന്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും ദക്ഷിണേന്ത്യ ജമിയത്തുൽ ഉലമ ഒരു തീരുമാനം പറഞ്ഞു. എന്താ തീരുമാനം? നമുക്ക് ഇപ്രാവശ്യം നബിദിനൊന്ന് കുറക്കാം, അതിന്റെ ഒരു ആടിഞ്ഞാട്ടം കുറക്കാം. അപ്പൊ രണ്ട് സമസ്തക്കാരുടെ അത് പറ്റൂല, ദുരന്തമൊക്കെ അവിടെ ഉണ്ടാവും, നമുക്ക് ഇത് വേണം എന്നാണ്. മനസ്സിലാക്കണം. ഇതിന് എന്തടിത്തറയുള്ളത്, എന്തടിസ്ഥാനമുള്ളത് ഒരിക്കലുമില്ല. നബി ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ഇഷ്ടപ്പെടാത്ത, നബിയോ സഹാബത്തോ പരിചയിച്ചിട്ടില്ലാത്ത ഒരു ദുരാചാരം കൊണ്ടുവന്ന് ദീനിന്റെ പേരിൽ പ്രവാചകന്റെ പേരിൽ ആചരിക്കുന്നുവെങ്കിൽ നാളെ ആഖിറത്തിൽ പ്രവാചകൻ കൂട്ടരെ കണ്ടാൽ വിദൂരം എന്റെ കാലശേഷം മാറ്റിമുറച്ചവനെ അകന്നു പോകൂ എന്ന് പറഞ്ഞ റസൂൽ ആട്ടി അകറ്റുവരെ എന്ന കാര്യത്തിൽ തർക്കമില്ല. മനസ്സിലാക്കണം. റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾ യഹൂദ നസ്രാക്കളെ ചാടിച്ചു ചാടായി മുടത്തിൽ മുടമായി പിൻപറ്റുമെന്ന്. ആ യഹൂദ നസ്രാക്കളിലേക്ക് നമ്മൾ നോക്കും. അവർക്ക് പ്രവാചകൻ വന്നോ? നസ്രാക്കൾക്ക് പ്രവാചകൻ വന്നു. ആരാണ് അവരുടെ പ്രവാചകൻ? ഈസാ അലൈഹിസ്സലാം. ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചു മരിച്ചുപോയി. ഇനി ആ ഈസാ നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന നസ്രാക്കളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, അവര് ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്. എപ്പോഴാണ്? ഡിസംബർ 25. ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിക്കുന്നവര് അവരോടൊന്ന് മാന്യമായി പോയി ചോദിക്കല വേണ്ട, അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, അവർ പ്രയാസപ്പെടുത്തണ്ട. നിങ്ങൾ നേരെ വിക്കിപീഡിയ എടുക്കുക, എന്നിട്ട് ക്രിസ്തുമസ് എന്ന് മരിച്ചു കൊടുക്കുക. എന്താണ് വിക്കിപീഡിയ എന്ന വിവരം വായിച്ചു കൊടുക്കുക. എന്താണ് വിക്കിപീഡിയ എന്ന വിവരം? നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ക്രിസ്തുമസിന്റെ ഉത്ഭവത്തെ കുറിച്ച് വ്യക്തമായ ചരിത്രമില്ല. അതേ പറയുന്നത് വിക്കിപീഡിയ. ക്രിസ്തുവിന്റെ ജന്മദിനം ആചരിക്കാനുള്ള കാരണവും ചരിത്രകാരന്മാർക്ക് അജ്ഞാതമാണ്. മനസ്സിലാക്കണം. എന്തിനാണ് ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ ആചരിക്കാനുള്ള കാരണം അജ്ഞാതമാണ്. ഇരിക്കട്ടോ, ക്രിസ്തു വർഷം 4-ാം നൂറ്റാണ്ട് മുതലാണ് ഡിസംബർ 25 ക്രിസ്തുമസായി ആചരിക്കപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ ക്രിസ്മസ് ആചരിക്കാൻ തുടങ്ങി, ക്രൈസ്തവർ ക്രിസ്മസ് ആചരിക്കാൻ തുടങ്ങിയത് 4-ാം നൂറ്റാണ്ട് മുതലാണ്. അതാണ് പ്രബലവാദം. ക്രിസ്ത്യാനിയായി മാറിയ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഡിസംബർ 25 തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്തുമത വിശ്വാസികൾക്കും പേഗൻ മതവിശ്വാസികൾക്കും പൊതുവായ ഒരു ആഘോഷ ദിനമായി പ്രഖ്യാപിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ 4-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയാണ്, ഭരണാധികാരിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് കൊണ്ടുവന്നത്. മനസ്സിലാക്കണം. ഇതാണ് വിവരം. അപ്പൊ യേശു ആചരിച്ചില്ല, യേശുവിന്റെ അപ്പോസ്തലന്മാർ ആചരിച്ചില്ല, 4-ാം നൂറ്റാണ്ട് വരെ യേശുവിന് ശേഷം ആചരിച്ചില്ല.